നീ കൊന്നവരുടെ രക്തവും നിന്റെ രക്തവും എന്റെ രക്തവും വെവ്വേറെയാ. പറയണ്ടപ്പോ ഭയങ്കര നോയ്സ് ആണ് പടത്തില്, ഭയങ്കര ബഹളമാണെന്നൊക്കെ. പക്ഷെ മലയാളം കണ്ട പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കേൾക്കേണ്ട ആരും നെഗറ്റീവ് പറഞ്ഞില്ല. എത്ര ദിവസം കൊണ്ടാണ്? 2 ദിവസം കൊണ്ടാണ് ചെയ്തത് ആക്ച്വലി. പക്ഷെ സൂര്യ ഒരു ദിവസം ഒരു റീൽ പോലും ചെയ്യില്ലായിരുന്നു പറയുന്നത്. ഒരു ദിവസം എടപ്പള്ളി മുഴുവൻ കേൾക്കായിരുന്നു ശബ്ദം. ജാഫ്രിക്കാരന്റെ ആശാനാണ് ഇരിക്കുന്നത്. അതെ, പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് അവകാശപ്പെട്ടാണ് എന്റെ അതെ രാജമാഷ് എന്ന് പറയുന്നത്. അയ്യോ ഞാൻ പട്ടിണിയായി പോയി, അയ്യോ എനിക്ക് നിൽക്കാൻ പാടില്ല എന്റെ പൊന്നോ. ഇങ്ങനെ തന്നെ പോണ ആ കഥാപാത്രം. ഇതൊക്കെ പാട്ട് പാടുന്ന സാധനമുണ്ട്, അത്തളപ്പിത്തറ തറാച്ചി, അതൊന്നും പഠിക്കുന്നത്. രാജൻ ഒരു മിനിറ്റ്, എന്തെങ്കിലും സംസാരിച്ച് മനസ്സിലായല്ലോ അല്ലേ? നീ എന്താണ് മത്തങ്ങ തലയാ? എപ്പോഴും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ചെയ്യരുതെന്ന്. നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഷോയില് നമ്മൾ പരിചയപ്പെട്ടിരിക്കേണ്ട കുറച്ച് കലാകാരന്മാരും കലാകാരികളാണ് ഇവിടെ ഉള്ളത്. കാരണം ഏതൊരു സിനിമയുടെയും നമ്മൾ ക്യാമറയുടെ മുമ്പിലുള്ള ആൾക്കാരെ പലരും കാണാറുള്ളൂ. അതിന്റെ പുറകിലുള്ള ഒരുപാട് കലാകാരന്മാരും കലാകാരികളുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് കലാകാരന്മാരും കലാകാരികളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏറ്റവും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഇറങ്ങിയ കങ്കുവ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സിനിമയിൽ അതിൽ നായകനും നായികയ്ക്കും അതിലുള്ള പ്രധാന കഥാപാത്രങ്ങൾക്കൊക്കെ ശബ്ദം കൊടുത്ത നമ്മുടെ ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള കുറെ ഡബിംഗ് ആർട്ടിസ്റ്റുകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അപ്പൊ എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ പ്ലാനാണ്. കാരണം പല സിനിമകളും വിജയത്തിലെത്തിയ ആൾക്കാരെ ആഘോഷിക്കുന്നു, അതിൽ നായകനും നായികയൊക്കെ എല്ലാവരും കൈ കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പരിപാടികളെല്ലാം സ്റ്റാറ്റസ് ഇടുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ ശബ്ദം കൊടുത്ത ആൾക്കാരെ പലരും മറക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ആൾക്കാരിലേക്ക് എത്തിക്കണം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പൊ എന്തായാലും നമ്മുടെ ഷോയിലേക്ക് ഇത്ര തിരക്കിനിടയിലും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കങ്കുവയുടെ വിശേഷങ്ങളാണ് ഇവിടെ നോക്കിയാലും. അപ്പൊ അതില് നമ്മുടെ സൂര്യക്ക് ശബ്ദം കൊടുത്ത അശ്വിനാണ് അല്ലേ? അശ്വിൻ, അതെ അതെ അതെ. എങ്ങനെയാണ് ഈ ഡബിങ്ങിലേക്ക് എത്തിയത്? ഞാനൊരു 4 വർഷം മുമ്പ് ഞാൻ ജോലി ചെയ്യായിരുന്നു ഇവിടെ കള്ളിയത്ത് ഗ്രൂപ്പിന്റെ ASM ആയിരുന്നു ഞാൻ. അവിടുന്ന് വോയിസ് കൊള്ളാം എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് ശ്രീജ രവി അറിയില്ലോ, നമ്മുടെ നയൻതാരയ്ക്ക് ചേച്ചിയുടെ അടുത്ത് എത്തിപ്പെട്ടു. ചേച്ചി എനിക്കൊരു പടം തന്നു. അവിടുന്ന് നമ്മുടെ മാരിവില്ലൻ ഗോപുരങ്ങളൊക്കെ ആക്ട് ചെയ്ത ക്ഷമ അറിയില്ലേ, ക്ഷമ ചേച്ചി അവിടെ തന്നെ പിക്ക് ചെയ്തു. ഒരു ഹീറോ തന്നു, സാം ക്ലെഫിൻ എന്ന് പറഞ്ഞൊരു ഹീറോ, ഹോളിവുഡ് ആക്ടറാണ്. പുള്ളിക്ക് ഡബ് ചെയ്തു. ഒരു വെബ് സീരീസ് ആണ് നമ്മുടെ ഡെയ്സി ജോൺസ് ആൻഡ് ദ സിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്തു. അവിടുന്ന് പിന്നെ സിറ്റഡൽ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്തു. അവിടുന്ന് പിന്നെ RJ ബാലാജിക്ക് ചെയ്തു. അങ്ങനെ 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 ചെയ്തൊക്കെ വരികയാണ്. ശരിക്കും ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആവണം എന്നുള്ളൊരു പ്ലാനൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു? അതെ, എനിക്ക് ഇഷ്ടമായിരുന്നു ഡബിംഗ് ആർട്ടിസ്റ്റ്. അതെ അതെ, കറക്റ്റ് ആളുകളുടെ കയ്യിലെത്തിയപ്പോ. അതെ അതെ. അതേപോലെ തന്നെ ഇപ്പോ അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഇപ്പൊ രാജൻ, വേണുചേട്ടൻ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് അവർക്കൊക്കെ. രാജൻ എത്ര വർഷമായി ഡബിങ്ങിലേക്ക് വന്നിട്ട്? ഞാൻ ഡബിങ്ങിലേക്ക് വന്നിട്ടൊരു 16-17 വർഷം. 17 വർഷം. മിമിക്രിയിലാണ് നമ്മുടെ തുടക്കം. മിമിക്രിയാണ്. തെലുങ്ക് മിമിക്രിയിലും 30 മുകളിലായി. പല എന്തിന് നമ്മുടെ ദിലീപേട്ടനോട് വർക്ക് ചെയ്തിട്ടില്ല? ഓസ്കാറിൽ ഞാൻ ദിലീപേട്ടനെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അബിയോടെ ഒരു 21 വർഷം. അഭിചാരനോട് 21 വർഷം. 21 വർഷം ഉണ്ടായി. അത്രയ്ക്കൊരു ഇന്റിമസിയും അത്ര ഒരു ബ്രദർലി ആയിരുന്നു. ഈ ഒരു കാര്യം ചോദിക്കട്ടെ, NFREസിന്റെ പോലെ ഉണ്ടെന്ന് ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ? പോലെ അത് ഇത് കണ്ടോണ്ടായിരിക്കും. വറീസറിനായിട്ട് ഞാൻ വളരെ അടുത്തൊരു ബന്ധമായിരുന്നു. വറീസറിന് വളരെ ഇഷ്ടമായിരുന്നു പരസ്പരം. വോയിസ് ചെയ്യും. നമുക്ക് മിമിക്രിയും പരിപാടികളൊക്കെ ഉണ്ട്, ഇതിലൊക്കെ ശബ്ദം ആയിരിക്കും. അതിലേക്ക് ആദ്യം എല്ലാവരിലേക്കും ഒരു തുടക്കം എത്തിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേണിച്ചേട്ടാ, എന്താണ് വേണിച്ചേട്ടാ വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. സുഖമായിട്ട് പോകണം. വേണിച്ചേട്ടനെ നമ്മൾ കാണണമെങ്കിൽ ന്യൂസിലേക്ക് നോക്കണം. ആളെ കിട്ടാൻ പാടാണ്. വേണിച്ചേട്ടൻ എങ്ങനെയാ ഡബിങ്ങിലേക്ക് എത്തിയത്? ഞാനൊരു 25 വർഷത്തിന് മേലെയായിട്ട് ഈ വിഷ്വൽ മീഡിയയിലുണ്ട്. 24 വർഷമായി ACV ചാനലിലെ ന്യൂസ് റീഡർ. 24 വർഷമായി. പിന്നെ അതിനു മുൻപ് ആകാശവാണി കൊച്ചി സ്റ്റേഷനിൽ ഒരു 3 വർഷത്തോളം കാഷ്വൽ അനൗൺസറായിട്ട് ട്രാൻസ്മിഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് തോന്നി
96, 97, 98 ആ സമയത്താണ് ആ ഒരു സ്പൂൾ സിസ്റ്റം സി ഡി ആയി വരണുള്ളൂ. ഓക്കെ, സി ഡി എന്നുള്ള സിസ്റ്റത്തിലേക്ക് ഡിജിറ്റലൊന്നും ആയിട്ടില്ല, എത്തിയിട്ടില്ല. അതിനു മുമ്പുള്ള സമയം. അതായത് ആളുകൾ ഭയങ്കരമായിട്ട് ആശ്രയിക്കുന്ന ഒരു ടൈം. ആ കറക്റ്റ്, അങ്ങനത്തെ ഒരു സമയം. അതിലൊക്കെ ഒരു നാടകം ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും സൗണ്ട് കേട്ടാൽ തന്നെ ആൾക്കാർ വലിയ സിനിമാടന്മാരായിട്ട് അതെ, കൃത്യമായിട്ട് എല്ലാം ബേസൊക്കെ നന്നായിട്ട് കിട്ടും. നല്ല നല്ല വോയിസിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കിട്ടും അതിനകത്ത്. പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ ദൂരദർശൻ, ഏഷ്യാനെറ്റ് ഉണ്ട്, ദൂരദർശൻ്റെ DD4 നല്ല കത്തി നിൽക്കുന്ന സമയം. അപ്പോൾ DD4 കുറേ പ്രോഗ്രാം അവതാരകനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറേ പ്രോഗ്രാമിൽ വോയിസ് ഓവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ CD സലീംകുമാറിൻ്റെ ഒക്കെ പ്രോഗ്രാമിൽ ഈ ഫാഷൻ ടൈം, ന്യൂസ് റീൽ, കുറേ പ്രോഗ്രാം. പിന്നെ ക്യാരക്ടർ ഡബിലേക്ക് സീരിയൽ സിനിമയിലേക്ക് വന്നിട്ട് ഒരു 10 വർഷം ഇപ്പുറത്തേക്ക് ആയിട്ടുള്ളൂ തോന്നുന്നു. അതിന് മുമ്പ് പരസ്യങ്ങൾ, കോർപ്പറേറ്റ് ആഡുകൾ, ഇങ്ങനെ കാര്യങ്ങൾ. കങ്കുവിലെ വില്ലൻ ബോബി ഡിയോൾ. ഞാൻ സൂര്യയുടെ അച്ഛൻ ക്യാരക്ടർ. ഇനിയിപ്പോ നമുക്കിതാ നമ്മുടെ വേറെ 2 അതിഥികളുണ്ട്. വളരെ ചെറിയ കുട്ടികളാണ് നോക്കുന്നുണ്ട്. ചെയ്തേക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വലിയ സംഭവങ്ങളാണ് ചെയ്ത് വെച്ചേക്കുന്നത്. കങ്കുവിൽ ഏത് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്? I did for Disha Patani, Angelina. ഏഞ്ചലിന. ഓക്കെ, എത്ര നാളായി ഡബിംഗ് മേഖലയിലേക്ക് എത്തിയിട്ട്? Almost 7. 7 ആയി. ഓക്കെ, അതേപോലെ തന്നെ ചേച്ചിയല്ലേ Younger Kani. sister. Younger sister. കന്യ? യങ് സിസ്റ്റർ. ഓക്കെ, കന്യ ഇതിൽ ഏത് ക്യാരക്ടർ ചെയ്തേക്കുന്നത്? The boy. Poruvan character. അത് ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങള് ദേവേഷ് അച്ഛൻ ഒരു സ്റ്റുഡിയോ ഒക്കെ ചെയ്യുന്നില്ലേ? സൗണ്ട് yes, എഞ്ചിനീയറിംഗ് yes. പരിപാടി സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉള്ളതല്ലേ? അതെ. ഓക്കെ, അപ്പോൾ സ്റ്റുഡിയോ ഒക്കെ ചെയ്യുന്ന ദേവേഷ് ചേട്ടന്റെ മക്കളാണ്. ഒരാളും കൂടി ഉണ്ടല്ലേ ഇതില്? നടുക്കൊരാളും കിട്ടും, വേദ. അപ്പൊ അദ്ദേഹം മറ്റേ അമ്മോളും ഡബൊക്കെ ചെയ്യുന്നതല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. കുറച്ച് ഇനി ഇവരെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. എന്തായാലും നിങ്ങളെയൊക്കെ ശബ്ദങ്ങളാണ് ആളുകളിലേക്ക് എത്തിയേക്കുന്നത്. ഇനി നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നും ഇത് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കണം. എന്തായാലും രാജേട്ടൻ 30 വർഷത്തിന് മേലെയായിട്ട് മിമിക്രി വന്ന ഒരാളാണ്. രാജേട്ടൻ വേറെ ഏതൊക്കെ സിനിമകളിലാണ് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറുകൾ ചെയ്തത്? പ്രധാനപ്പെട്ട സിനിമ അങ്ങനെ അധികം ചെയ്തിട്ടില്ല. മലയാള നാട്, ഗുണ്ടകൾ തിരക്കിലാണ്, അങ്ങനെ വലിയ ശ്രദ്ധേയമായ പടങ്ങളൊന്നുമല്ല. ഞാൻ ആക്ച്വലി എൻ്റെ പുറകെ ഇങ്ങനെ നിന്നിട്ടില്ല, അഭിനയത്തിൻ്റെ പുറകെ ഇങ്ങനെ ഓടിയിട്ടില്ല. അതാണ് മെയിനായിട്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ മിമിക്രി, പണ്ടൊരു മിമിക്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രി ഗ്രൂപ്പിലുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തില് സിനിമാടനായി ശരിക്കും അല്ലേ? മിമിക്രിയുടെ സുവർണകാലത്തിൽ നിന്നു എന്നുള്ളൊരു സന്തോഷം. ചവിട്ടുപടിയാണ് ശരിക്കും. മിമിക്രിയിൽ കയറിയ ട്രൂപ്പിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സിനിമാടനായി. കലാഭവനിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പ് കലാഭവൻ സ്വപ്നമാണ്. നമ്മുടെ രാജേട്ടന് നമ്മുടെ ജാഫർ ടിക്കേറ്റർ ബന്ധമുണ്ട് കേട്ടോ. ജാഫർ എന്റെ ശിഷ്യനാണ്, അരുമ ശിഷ്യനാണ്, ആശാനാണ്. ഏത് മിമിക്രിയില്? മിമിക്രി ജാഫറിനെ മിമിക്രി പഠിപ്പിക്കാൻ പറ്റിയൊരു സംഭവമല്ല, അതൊരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ. പുള്ളി റേഡിയോ മെക്കാനിക്കായിരുന്നു അന്ന്. ആര്? ജാഫർക്ക. അന്ന് ഞാൻ ഓസ്കാർ കളിക്കുന്നു, പിന്നീട് ഓസ്കാറിൽ നിന്നാണ് കലാഭവനിലേക്ക് വരുന്നത്. ലീഡിംഗ് ടീമാണല്ലേ അന്നത്തെ? അതെ, അന്ന് ഓസ്കാർ കലാഭവൻ റഹ്മാൻ്റെ നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന അനൗൺസർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സിദ്ദിഖ് ലാലൊക്കെ പോയി, അതിനുശേഷം അബി വരുന്നു. അബിക്ക് പകരമാണ് ശരിക്കും ആക്ച്വലി ഞാൻ കലാഭവന് വരുന്നത്. അബിക്ക് വരും. ആ സമയത്താണ് ജാഫർ അന്ന് ഓസ്കാർ കളിക്കുമ്പോഴാണ് എൻ്റെ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി നെടുങ്കണ്ടത്ത്. ദിലീപ് ഓൾറെഡി അതിന് മുൻപിലത്തെ സ്റ്റേജ് വെച്ച് ഹരിശ്രീയിലേക്ക് പോയി. പിന്നെ നാദൃശ്യമുണ്ട്, അങ്ങനെ അരവിന്ദാക്ഷ കുറുപ്പ്, ആ ഒരു ടീം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു പ്രോഗ്രാം കാണാൻ വന്നതാണ് പുള്ളിയുടെ ഇൻസ്പിറേഷൻ ശരിക്കും. ശരി, എൻ്റെ കൂടെ ഞങ്ങളുമേ പരിചയപ്പെടുന്നത് റേഡിയോ നന്നാക്കാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, റേഡിയോ നന്നായി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എത്ര ഇടമാനെ പൈസ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ചേട്ടാ എനിക്ക് പൈസ വേണ്ട, എന്നെ മിമിക്രി പഠിപ്പിച്ചാൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്കത് വട്ടുണ്ടോയെന്ന് ചോദിച്ചു. മിമിക്രി പഠിപ്പിക്കാൻ പറ്റിയ സംഭവമല്ലടാ, അത് ഒരു ബോൺ ടാലൻ്റാണ്, ജന്മസിദ്ധമായിട്ട് കിട്ടുന്നൊരു കഴിവാണ്, അല്ലാതെ അത് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നതല്ല. പുള്ളി അന്ന് പൈസ വാങ്ങിയില്ല, അങ്ങ് നിരാശരായി പോയി. അതിനുശേഷമാണ് ഈ ഓസ്കാറിൻ്റെ കളി കാണാനായിട്ട് എൻ്റെ കൂടെ നെടുങ്കണ്ടത്ത് വരുന്നത്. അന്ന് നെടുങ്കണ്ടത്ത് നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയിൽ ഒരു ബോൺ ടാലൻ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട് സംഭവം ഉണ്ടെന്നുള്ളത് എനിക്ക് പിടികിട്ടി. കാരണം വെച്ചാൽ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇടിക്കുകയാണല്ലോ. അന്നൊരു തമാശ പറയും, ഞാൻ എറണാകുളത്ത് നിന്ന് വന്ന് വള്ളി വിട്ടെങ്കിലാണ് ആ വള്ളിയിൽ തൂങ്ങി ജാഫറിന് ഇവിടെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കോമഡി പറയാം. ഷിയാസാണ് എൻ്റെ മെയിൻ ആള്. അങ്ങനെ ഒരു ഇതിലാണ് കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി ഒരു മത്സരം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് 2 ഐറ്റം പറഞ്ഞു തരാമെന്ന് ചോദിച്ചു.
അങ്ങനെ ഞാൻ ഐറ്റം പറഞ്ഞു കൊടുത്തു. അതിൽ ഫസ്റ്റ് കിട്ടി. പുള്ളി തന്നെ ഒരു 10 പിള്ളേരെ സംഘടിപ്പിച്ച് അങ്ങനെ ക്ലാസ് തുടങ്ങി. പക്ഷേ അതിൽ ജാഫറിനെ പോലെ കഴിവുള്ള വേറൊരു പയ്യനുണ്ടായിരുന്നു. എല്ലാവരും ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഉള്ള കഴിവുള്ളതല്ല, പക്ഷേ ജാഫറിൻ്റെ ഉള്ളിൽ ഈ സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പുള്ളി 1 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിയെ ഞാൻ തന്നെ നമ്മുടെ കലാഭവൻ ജോക്സിൻ്റെ കൊണ്ടുവരികയും അവിടെ നിന്നാണ് ജാഫറിൻ്റെ വളർച്ച. പിന്നെ 8 സുന്ദരികളും ഞാനൊരു 15 എപ്പിസോഡ് അത് ചെയ്തതാണ്. 8 സുന്ദരികളും ഞാനും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണ് ജാഫറിൻ്റെ അഡ്രസ്സ് വാങ്ങുന്നത്. അവിടെ നിന്നാണ് ജാഫറിൻ്റെ അതിന്റെ വളർച്ച സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ജാഫ്രിഡിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ട കലാകാരൻ ജാഫ്രിഡിക്കയുടെ വളർച്ച സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ രാജേന്ദ്രന്റെ കയ്യിൽ നിന്നാണ്. ജാഫ്രിക്കന്റെ ആശാനാണ് ഇരിക്കുന്നത്. ജാഫർ എല്ലാ ഇന്റർവ്യൂവിലും പറയാറുണ്ട് ജാഫറാണ് രാജമാഷ് എന്നുള്ളൊരു നാമകരണം. രാജമാഷ് എന്ന് പറയാം. അതെ, പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് അവകാശപ്പെട്ടാണ് എൻ്റെ ജാഫ്രിക്കയുടെ സൗണ്ട് അനുകരിക്കും. ജാഫറിന്റെ സൗണ്ട് ഇപ്പോഴത്തെ സൗണ്ടാണ് കൂടുതൽ എനിക്ക്. മാഷേ എല്ലാ വിഷയമുള്ളത് എല്ലാം ഭാഷന്റെ ഒരു കാര്യം. അങ്ങനെ ഒരു സാധനം പുള്ളി ലൈവ് പോണേ. കോണ്ടാക്ട് ഒക്കെ ഉണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും. കാണാറുണ്ട്. മോളുടെ കല്യാണത്തിന് വന്നിരുന്നു. പിന്നെ ഒരു മാസം മുമ്പ് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മുന്നേടെ 5 സ്റ്റാർ തട്ടുകട. അതിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഞങ്ങളൊരു ദിവസം ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ പുള്ളി വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ പടം റിലീസാണ് മാഷ് വരണം എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ വൈഫും കൂടെ വനിതയിൽ പോയായിരുന്നു. കുട്ടൻ്റെ ഷിനിഗാമി. ഷിനിഗാമി ജാഫറാണ് ലീഡിങ് ക്യാരക്ടർ. നല്ല വൃത്തിയായിട്ട് അടിപൊളി. അതുപോലെ അശ്വിൻ, നമ്മുടെ ഇപ്പൊ കങ്കുവിലെ സൂര്യയുടെ സൗണ്ട് ചെയ്യാൻ ഫസ്റ്റ് വിളിച്ചത് ആരാണ്? ഓഡീഷനായിരുന്നു. നമ്മുടെ മങ്കുമ ഗോപാലകൃഷ്ണ സാറിനെ അറിയില്ലേ എല്ലാവർക്കും? നമ്മുടെ മോഹഭംഗ മനസ്സിലെ ആ പാട്ടൊക്കെ എഴുതിയ ആളാണ്. നമ്മുടെ ആലപ്പുഴയുടെ അതെ മങ്കൊമ്പിന്റെ മുത്താണ്. അല്ല, സാറിനെ ഡബിങ് ഡയറക്ടറായിട്ടല്ല നമ്മൾ ബഹുമാനിക്കുന്നതും കാണുന്നതും. മലയാള സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു കാലത്തെ അല്ലേ ഏറ്റവും എന്താ വെച്ചാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ റേഡിയോ അല്ലേ ഏറ്റവും വലിയ മാധ്യമം. ഇപ്പോൾ റേഡിയോയിൽ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ അന്ന് നമുക്ക് ഒരിക്കലും കയ്യെത്താവുന്ന ഒരാളാണ് നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ സാറിൻ്റെ കൂടെ ഇരിക്കാനും സാറിൻ്റെ പടം ചെയ്യാനും കഴിഞ്ഞതും തീർച്ചയായിട്ടും ഭാഗ്യമായിട്ട് നമ്മൾ തീർച്ചയായും. സാറ് പറഞ്ഞിട്ട് ഇവരുടെ അച്ഛൻ ദേവേശ്വരനാണ് എന്നെ വിളിക്കുന്നത്. 5-6 പേരെ വോയിസ് ടെസ്റ്റ് ചെയ്തു, കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ വോയിസ് ടെസ്റ്റ് തന്നെ മറ്റേ ട്രെയിലറിൽ കാണുന്ന ഡയലോഗായിരുന്നു, നിന്റെ രക്തവും എന്റെ രക്തവും വെവ്വേറെയാന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് അവിടെ ആൾക്കാർക്ക് ഒരു ഭയങ്കര വർത്തനം പറയാനുണ്ട്. ഇപ്പോ ഭയങ്കര നോയ്സ് ആണ് പടത്തില്, ഭയങ്കര ബഹളമാണെന്നൊക്കെ. പക്ഷെ മലയാളം കണ്ട പലരും പറഞ്ഞിട്ടില്ല, വിഷയമില്ല അല്ലേ? മലയാളം ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല കേട്ടോ. നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. അതാണ് മലയാളം കണ്ടത് ആരും. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയോ ഒരു നെഗറ്റീവ് തുടങ്ങിയിട്ട് അതെല്ലാം ബാധിച്ചു. ഒരാൾ പറഞ്ഞാല് ബാക്കി എല്ലാരും ഏറ്റുപിടിക്കും. സൂര്യയുടെ ഒരു അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് പറഞ്ഞേ. ഞാൻ ട്രെയിലർ തന്നെ പറയാം. നീ കൊന്നവരുടെ രക്തവും നിന്റെ രക്തവും എന്റെ രക്തവും വാച്ച് വരെ തെറിച്ചു. പടത്തിന്റെ 3/4 ഭാഗം ഈ റൂട്ടിലാ പോകുന്നത്. സൗണ്ട് പോയി 2 ദിവസം പോയി. സൗണ്ട് 2 ആഴ്ച പോയി. 2 ആഴ്ച പോയി. പടം ഫുള്ളി അലർച്ചയാണ്. എത്ര ദിവസം കൊണ്ടാണ്? 2 ദിവസം കൊണ്ടാണ് ചെയ്തത് ആക്ച്വലി. അതെ, 2 ദിവസം കൊണ്ട് ചെയ്ത് അത്ര സമയം കിട്ടിയുള്ളൂ. നമുക്കൊന്ന് വോയിസ് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയില്ല, പെട്ടെന്ന് അടിച്ചു തീർക്കുമായിരുന്നു. പക്ഷെ സൂര്യ ഒരു ദിവസം ഒരു റീൽ പോലും ചെയ്യില്ലായിരുന്നു പറയുന്നത്. സൂര്യ ഒരു ദിവസം അവസാനം ഒരു മുതലായിട്ടുള്ള സീനൊക്കെ ഉണ്ട്, പിന്നെ വില്ലനുമായിട്ടുള്ള ഫൈറ്റ് സീൻ ക്ലൈമാക്സ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോ സൗണ്ട് ഇല്ല ആക്ച്വലി. അല്ല, ഇപ്പോഴും ആക്ച്വലി ഇവർക്ക് ആർക്കും സൗണ്ട് അങ്ങനെ തിരിച്ചു കിട്ടിയിട്ടില്ല. യഥാർത്ഥ സൗണ്ട് കിട്ടിയിട്ടില്ല. അല്ല, അത് ആക്ച്വലി അവർ പറയുന്നുണ്ട്. നമ്മൾ ഇന്ത്യ കാണിച്ചപ്പോൾ പറഞ്ഞ റെസ്റ്റ്, വോയിസ് റെസ്റ്റ് മസ്റ്റ് ആണ് ഒരാഴ്ചയെങ്കിലും. പക്ഷെ നമുക്ക് വോയിസ് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒരു ദിവസം പോലും വോയിസ് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അതല്ലെങ്കിൽ അടുത്ത നമുക്ക് ബോബി ഡിയോളിലേക്ക് പോവാം. ബോബി ഡിയോളിന്റെ അലർച്ച ഒന്ന് കേൾക്കണമെന്നുണ്ട്. ബോബി ഡിയോളിന് അലർച്ച എന്നുള്ളതല്ല, അതിനകത്ത് ഈ ട്രൈബൽ കാലഘട്ടമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ ഒരു പാറ്റേൺ ഡയലോഗ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വില്ലനാണ് ബോബി ഡിയോൾ. പുതിയ കാലഘട്ടത്തിലേക്ക് വരണില്ല. അപ്പോൾ അതിനകത്ത് ഒരു മൃഗത്തിന്റെ ഒരു ചേഷ്ടകളാണ്. അത്ര ക്രൂവലാണ് കഥാപാത്രം. ഒരു ക്രൂവാലിറ്റിയുടെ അൾട്ടിമേറ്റ് എന്ന് പറയില്ല, അതാണ്. അപ്പോൾ അങ്ങോട്ടും അപ്പോൾ എല്ലാം സ്ക്രാച്ച് വോയിസ് വേണം മൊത്തം. അതിനകത്ത് ഒറിജിനൽ അങ്ങനെ തന്നെ അവർ ചെയ്തേക്കണത്. അതുകൊണ്ട് അങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കും ആ ഒരു ഓഡിഷൻ അപ്രൂവ് ചെയ്ത് വന്നത്. അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുമ്പോൾ ഇങ്ങനെയാണ് പോണത്.
ഡയലോഗ് അതെ, പരുന്ത് മുകളിലേക്ക് പറക്കാൻ നേരത്ത് മകൻ്റെ ഡെഡ് ബോഡി താഴെ വിരുന്നിനു വേണ്ടി വരുന്നോ ഇങ്ങനെ ചോദിക്കണമല്ല. എരുമുടിത്താനെ കൊന്നവൻ്റെ മണ്ടയിലെ രക്തത്തെ കുടിച്ച് ആരതിക്കെടുത്തുവാ ഇങ്ങനെ തന്നെ. ഇതേപോലെ പിടിച്ചേക്കുന്ന ഫുള്ള് ഒരു പടത്തിന്റെ മുക്കാൽ ഭാവം അതില് അല്ല, ഇത് ഒരു കാൽ നല്ല ഭാഗം സാധനം. ശരിക്കും ഈ കാലഘട്ടം കാണിക്കുന്നുള്ളൂ. എല്ലാം അങ്ങനെ ഇട്ട് വേണം പറയാനായിട്ട്. ഈ മൊത്തം. സാധനമോ നമ്മുടെ അതെ, റിയൽ അതെ. വോയിസ് ഇല്ല ഇല്ല, ശരിക്കും. ഓൺ വോയിസ് എല്ലാവരും കൊടുക്കാനേ കുറച്ച് പറ്റില്ല. വൈൽഡ് ആയിട്ട് ആണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് 1000 കാലഘട്ടമാണ്. അപ്പൊ എല്ലാരും കുറച്ച് വൈൽഡ് ആയിട്ടാണ്. 5 ഗോത്രമാണ്. ഓക്കെ അപ്പൊ എല്ലാരും വൈൽഡ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇതുപോലെ ശബ്ദം മാറ്റേണ്ടി വന്നോ? ഇല്ല നല്ലതാ. എനിക്ക് കുറച്ച് മാറ്റിണ്ട്. ബിക്കോസ് ഫീമെയിൽ വോയിസ് വരാതെ മെയിൽ ആ ബേസിലൊക്കെ. ഞാൻ കൊച്ചിന്റെ ആ കൊച്ചു കരയുന്ന ഒച്ചെടുക്കുന്ന സീനൊക്കെ ഇല്ലേ? അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഹൊറിബിൾ ആയിരുന്നു. ഇതേപോലെ ശബ്ദം പോയായിരുന്നു കുറച്ച് കുറച്ച്. ആ. അതിലേതെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞേ. ക്ലൈമാക്സില് ഓക്കെ. ഞാൻ മരിച്ച ഒരു ജീവനെ ഇല്ലാതാകും, എന്നാൽ നിങ്ങൾ മരിച്ചാൽ ഒരു വംശം തന്നെ ഇല്ലാതാകും. എന്റെ ജീവൻ നിങ്ങളോടൊപ്പം വച്ചാ. അടിപൊളി. അതൊരു നായികയുടെ ഒരു നല്ലൊരു ഡയലോഗ് പറഞ്ഞു. ദേവരയില് ഹീറോയിൻ ചെയ്ത ആളാണ് കേട്ടോ. ദേവരിൽ ഹീറോയിൻ ദേവരയില് ദിശ പട്ടാണിക്ക് സോറി നമ്മുടെ ജാൻവി കപൂറിന് ജാൻവി സൗണ്ട് കൊടുത്ത കപൂർ. ആളാണ്. ചെയ്ത ആളാണ്. അതെ ആ. അതെ. ഇവര് ഇരിക്കണോക്കി എന്തൊരു പാവം. പാവാ, ശരിക്കും പാവാ. സൈലന്റ് അങ്ങനെ മൈക്കിന്റെ മുമ്പിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞ ക്യാരക്ടറൊക്കെ അങ്ങനെ മാറും അല്ലേ? ഓക്കെ. അതൊരു എന്തായാലും ഇരിക്കുന്ന ഒരു പാവത്തിനെ പോലെയാണ്. ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് പറഞ്ഞ ഭയങ്കര ഒരു ഹൈ ആയിട്ടുള്ള ദേവരൽ ഡയലോഗ്. അതേപോലെ പറഞ്ഞു. ദേവല്ലേ പറഞ്ഞാൽ മതി. വരെയാണല്ലേ അത് ചെയ്തത്. എനിക്ക് നേരത്തെ അറിയായിരുന്നു. എനിക്ക് കുഞ്ഞിലെ മുതലേ അറിയാവുന്നതല്ലേ. എനിക്ക് അറിയായിരുന്നു. മെർസലില് ഹീറോയിൻ ചെയ്തല്ലേ? മെർസലില് മെർസല് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞേ. ട്രിപ്പിൾ ആറില് ആലിയ ഭട്ട് ചെയ്തത്. അല്ലെ പറ്റി ചെയ്തിട്ടുണ്ട്. ദെൻ മെർസൽ മഹാനടി ചെയ്ത പ്രിൻസ് മൂവിയിൽ തമിഴ് ആൻഡ് മലയാളം ആൻഡ് തെലുഗു ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കന്യ ഏതൊക്കെയാണ് വേറെ ചെയ്തേക്കുന്നത്? ഞാനും ട്രിപ്പിൾ ആർ, ആ. ദെൻ ദേവര, ആ. തങ്കലാൻ. തങ്കലാൻ. ആ. ഓ എന്തായാലും ഇപ്പൊ മെയിൻ സ്ട്രീമിൽ ഇറങ്ങിയ ലാസ്റ്റ് അതെ, എല്ലാ അതെ. നല്ല സിനിമകളിലും വർക്ക് ചെയ്ത ആളുകളാണ് ഈ ഇരിക്കുന്നത്. എല്ലാം നായികയ്ക്കും വില്ലനും പ്രധാന കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു ശബ്ദം കൊടുത്തേക്കുന്നത്. ഈ എപ്പോഴെങ്കിലും ഇപ്പൊ നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ ഭയങ്കര ഹിറ്റായി കഴിഞ്ഞിട്ടെല്ലാം നമ്മളെ കുറിച്ചൊരു സംസാരം വരാതിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ ശബ്ദം കൊടുത്തത് നമ്മുടെ അതെ, ചുറ്റും അതെ. നമുക്കറിയാവുന്ന ആളുകൾക്കേ അറിയുള്ളൂ. അത് അവന്റെ ശബ്ദമല്ല, അത് അവനല്ലേ ശബ്ദം. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ എത്തപ്പെട്ടിട്ടില്ല. കാരണം അങ്ങനെ ഒരു സ്പേസ് നമുക്ക് എപ്പോഴും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതൊരവസ്ഥയാ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇങ്ങനെ ഇന്റർവ്യൂസും പരിപാടികളൊക്കെ ഇപ്പൊ വന്നു ഇന്റർവ്യൂസ് നിൽക്കുന്നത്. ഓൾറെഡി എഴുതി പിന്നെ റൈറ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങിയ ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. കുറച്ച് കാലമായിട്ടുള്ളൂ. അതുപോലെ എനിക്ക് കാണിക്കില്ല. റീസെന്റ് ഒരു ട്രോൾ ആൾക്കാര് അത് അതിങ്ങനെ ശരിയല്ല. ഓടിയോണ്ട് പോകും. വായിക്കാൻ പോലും പറ്റില്ല. നമുക്കിന്ന് പിടിക്കാൻ തോന്നുന്നു എവിടെ. വായിക്കാനുള്ള ടൈം പോലും കിട്ടും. ഒരു പോക്കം കണ്ടു പോകും അല്ലേ? അല്ല, അത് കണ്ടാലും ആൾക്കാർക്ക് അറിയില്ലല്ലോ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ അതൊരു ആരാണുള്ളത്. വോയിസ് എല്ലാവർക്കും അറിയാം. കേക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഇത് എവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ ട്രോള് കിട്ടിയത്? ഞാൻ ഡബിൾ സ്മാർട്ട് എന്ന് പറയുന്ന ഇസ്മാർട്ട് ശങ്കറിന്റെ സെക്കൻഡ് ചെയ്തിരുന്നു. റാംപൂട്ടിന് എനിക്ക് വേണ്ടി നായകനാണ്. പുള്ളി അതിന്റെ അകത്ത് അഴിഞ്ഞായിരിക്കുകയാണ്. ഓവർ മാസാണ്. അപ്പോ അത് എടുത്തിട്ട് ട്രോളി. അതായത് നീ ഗുണ്ടയാണെങ്കിൽ ഞാൻ നിന്റെ തന്തയാടാ, നീ മാസാണെങ്കിൽ ഞാൻ കൊലമാസാടാ, ഓൾ ഇന്ത്യ ISI ബ്രാൻഡ് ഉസ്താദ് ഇസ്മാർട്ട് ശങ്കർ എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ഇങ്ങനൊരു സാധനം ഉണ്ടായത്. ഓരോന്നിന്റെ അരയിലും അരഞ്ഞാണ് വിട്ടുതരും ഞാൻ. ആസനത്തില് ഗ്രനേഡ് കയറ്റി പിന്നൂര് ഞാൻ. ഈ സാധനമൊക്കെ കട്ട് ഈ ചെയ്ത് സാധനമൊക്കെ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ എടുത്ത് ട്രോളി, എന്നെ ആൾക്കാർ തപ്പി വിളിച്ചു, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിട്ടുണ്ട്? ശരിക്കും വിഷമം ഉണ്ടാവാറുണ്ടോ? കാരണം ഇതൊക്കെ ചെയ്തത് ഞാനാടെ ഇത് പറയാൻ അതൊരു തോന്നിയിട്ടുണ്ടോ? വല്ലാത്തൊരു അവസ്ഥയാണ് ശരിക്കും. നമുക്ക് ഇപ്പൊ തിയേറ്ററിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും നമ്മളാണ് ചെയ്തത് നമുക്കറിയാം. പക്ഷെ നമ്മളാരും അറിയുന്നില്ലല്ലോ. നമ്മുടെ മുമ്പിലും പുറകിലിരുന്ന ആൾക്കാർ കൈയടിക്കുന്നു. ചില ഡയലോഗ് കൈയടിക്കാല് കൂവിന്നിരിക്കും. ഈ റെസ്പോൺസേ നമ്മളാണ്. ചേട്ടൻ ദേവരയില് പ്രകാശ് രാജ് ചെയ്തതാണ്. പ്രകാശ് രാജിനെ ഞാനത്. അതെ അതെ. അത് നല്ല പറയണ്ടല്ലോ, അങ്ങേരെ കുറിച്ച് പറയണ്ടല്ലോ. ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ ചില അങ്ങേരുടെ ഒരു മാനറിസംസ് ഉണ്ടല്ലോ, ആ. അത് കാര്യമായിട്ട് ഇല്ലായിരുന്നു ആ സിനിമയിൽ. ആ, അതുകൊണ്ടേ കഷ്ടപ്പെട്ടു പോയനെ.
ഇതൊരു ഹസ്കി വോയിസ് വെച്ച് ഫേസിൽ ഒരൊറ്റ തീക്ഷ്ണമായിട്ട് ഭാവം വെച്ചിട്ട് ഒറ്റ മൂഡിലിന് പോയേക്കുക സിനിമ. കുറച്ച് ഫീൽ ചെയ്ത് പോകേണ്ട ഒരു കഥാപാത്രം. ഈ പ്രകാശ് രാജിന്റെ ഇപ്പൊ നമ്മള് ഒരുപാട് സിനിമകളിൽ ഇപ്പൊ ഇങ്ങനെ ഡബ് ചെയ്ത പോഷൻ വരുമ്പോ കൂടുതലും പ്രകാശ് രാജിനെ അനുകരിച്ച് ഡബ് ചെയ്യുന്നൊരു ഇതാണ് കാണുന്നത്. വേണോട്ടൻ അതില് അങ്ങനെ അനുകരിച്ചിട്ടുണ്ട്. അല്ല, അനുകരിച്ചിട്ടില്ല. ചേട്ടന്റെ ശബ്ദത്തിൽ തന്നെയാണ്. അവര് പറയുകയും ചെയ്ത് അനുകരിക്കണ്ട. അല്ല, ഇപ്പോഴത്തെ പടങ്ങളിലെ മിമിക്രി വേണ്ടാന്ന് പറയും. നടനെ അനുകരിക്കേണ്ട, ആ ക്യാരക്ടർ ആയാൽ മതി, ചെയ്താൽ അത്ര മതി. ഇപ്പൊ അങ്ങനെ പലരും മറ്റേത് ആ സാധനം മറ്റേ ഇത് പിടിക്കും, അത് പിടിക്കാൻ ഭയങ്കര ഇട്ടിട്ട് നമ്മളെ പ്രകാശ് രാജിന്റെ മുകളിൽ കയറുന്ന ആ ട്രെൻഡൊക്കെ ഒരു 5 വർഷം മുന്നേ തന്നെ അവസാനിച്ചു. ട്രെൻഡൊക്കെ അതൊക്കെ മാറി. ഇപ്പൊ ശരിക്കും normal ആണ് പോകുന്നത്. ഭയങ്കര ലൈവാ പോകുന്നത്. ഇത് ഭയങ്കര ലൈവായിട്ട് പോയി. ഇപ്പൊ നമ്മള് പണ്ട് ഇപ്പൊ നമ്മുടെ എന്താ പറയാ സ്പൈഡർമാൻ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറങ്ങിയപ്പോ ഭയങ്കര കോമഡി ആക്കിയായിരുന്നു ആൾക്കാരത്. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്നത് ഫീൽ എന്ന് പറഞ്ഞാൽ അന്യായ ഫീൽ കൊടുത്തിട്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതിലൊക്കെ വലിയൊരു മാറ്റം നമ്മുടെ ഇൻഡസ്ട്രി വെക്കണമെന്നുണ്ട്. നമുക്ക് അതില് ശരിക്കും ഡബിങ് പടത്തിന്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ശരിക്കും മങ്കുമ്പ സാറാണ് ശരിക്കും സാറാണ് ബ്രഹ്മാണ്ഡ പടം കൊണ്ടുവരുന്നത് നമ്മുടെ ബാഹുബലി തുടങ്ങിയാണ് ബ്രഹ്മാണ്ഡ പടം വന്നു തുടങ്ങിയത്. ബാഹുബലി 2 സൂപ്പർ ഹിറ്റ് ആണ്. ശരിക്കും അന്യഭാഷ സിനിമ നമ്മളെ തിയേറ്ററിൽ ആൾക്കാർ കയറി തുടങ്ങിയത് ഈ ബാഹുബലിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ട്രെൻഡ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത്ര റീച്ച് ഇല്ലായിരുന്നു. അങ്ങനെ എത്തുന്നില്ല. അതാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇറക്കിയ സാധനങ്ങൾ കുറെ ഒരു ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ മിമിക് ചെയ്തിട്ട് ശബ്ദം കൊടുത്തത്. അപ്പൊ ഡബിങ് പടം എന്ന് പറയുമ്പോ ആൾക്കാർക്ക് ഒരു പുച്ഛമായിരുന്നു ശരിക്കും. ഇപ്പോ പിന്നെ നമ്മളിപ്പോ ഒരു തെലുങ്ക് മൂവി സെലക്ട് ചെയ്ത് തുടങ്ങി. അതെ, തെലുങ്ക് മൂവി കാണാൻ ഇരിക്കുന്നത് തെലുങ്കിന്റെ റൂട്ട് ഇതാണ് എന്നുള്ള ആ ബോധത്തോട് കൂടി ഡബിങ് ഫീൽ ചെയ്യില്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ലക്കി ഭാസ്കർ മലയാളം തന്നെ ആൾക്കാരെല്ലാം സെലക്ട് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ലക്കി ഭാസ്കർ നമ്മളെ പിന്നെ ത്രൂ ഔട്ട് ചെയ്തേക്കുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്, പുള്ളിയായിട്ട് വളരെ അടുപ്പമുള്ള അത് എല്ലാ റീലിലും ഉണ്ട് പുള്ളി, ഒരുപാടില്ല. പിന്നെ നമ്മുടെ ആ സ്വർണ്ണക്കടയിലെ ഒരു മാനേജറുണ്ട്. ഞാൻ 2 ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ തന്നെ ഒന്നിലധികം ശബ്ദങ്ങൾ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും രാജനൊക്കെ ചെയ്യാറുണ്ട്. 3 വയസ്സ് വരെയൊക്കെ അത് മിമിക്രിയുടെ ഒരു ഇതാണ്. 3 വയസ്സ് അല്ലെ, എന്നാലും വേണു ചെയ്യും നന്നായിട്ട്. വേണോട്ട ഏതൊക്കെ ടൈപ്പ് ഏജ് കാറ്റഗറി പിടിക്കാറുണ്ട്? ഇപ്പോൾ നമ്മുടെ ഒരു ഏജ് പാറ്റേൺ ഇപ്പോൾ ഈ പറഞ്ഞ പ്രകാശ് രാജ്, നാസറിന് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ശരി, അതൊക്കെ ഈ ഒരു ഏജ് ലെവൽ വെച്ച് പോവാം. പിന്നെ കുറച്ചും കൂടി പ്രായമുള്ളത് കാർട്ടൂണൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പല രീതിയിലുള്ള കാർട്ടൂൺ. ഞാൻ എടുത്തിരുന്നു നമ്മൾ ബെയർ ബേഴ്സ് അല്ലേ, അതിനകത്ത് ചാർലി എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അത് അവർ ഓഡിഷൻ ചെയ്തതാണ്. ഇവിടെ ഞാനത് ഈ ഒരു ആനിമൽ എന്തോ ഒരു പ്രത്യേക ജീവിയാണ്, ഇതിങ്ങനെയൊക്കെ ഒന്നിരിക്കുള്ളൂ ഇരിക്കുമ്പോൾ കയ്യൊക്കെ ഇട്ട് മടക്കി. അതിനകത്ത് ആ ഒരു വോയിസ്, പക്ഷെ അത് എപ്പിസോഡ് വന്നപ്പോഴും എനിക്ക് അവിടെ ബുദ്ധിമുട്ടായി പോയി. പിന്നെ വോയിസ് മാറ്റാൻ പറ്റൂല്ലോ, അതിനകത്ത് തന്നെ കിടന്ന് കളിക്കണ്ടേ. അയ്യോ ഞാൻ പട്ടിണിയായി പോയി, അയ്യോ എനിക്ക് നിൽക്കാൻ പാടില്ല പൊന്നോ ഇങ്ങനെ തന്നെ പോണ കഥാപാത്രം. ഈ ടൈപ്പിലാണ് പുള്ളി പറഞ്ഞത്, വീഴാഞ്ഞിട്ട് എന്റെ അമ്മോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നീട് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഈ വോയിസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. അത് തന്നെ പിടിച്ചു പോകും. ഇവരുടെ കുറെ കാർട്ടൂൺ, ഇവര് ഒരുപാട് ട്രാക്ക് ഇംഗ്ലീഷ് കാർട്ടൂണൊക്കെ മലയാളത്തിലേക്ക് അതിലെ ഹീറോ ക്യാരക്ടർ ഞാൻ ചെയ്തത് പട്ടിയാ. ഇത്ര ആസ്വദിച്ച് ചെയ്തൊരു കാർട്ടൂൺ ഉണ്ടാവില്ല. ചിരിച്ച് നമ്മൾ തന്നെ അവിടെ പിന്നെ ഇവരുടെ ഫാദറാണല്ലോ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. പുള്ളി അവിടെ ഇരുന്നിരിക്കും, ഞാനിവിടെ നിന്നിരിക്കും. പിന്നെ വേറെ ഡബ് ചെയ്യാനായിട്ട് പ്രിയാലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് വരും. പുള്ളിക്കാരത്തി ഒരു കോഴിയുണ്ട്, കോഴിക്ക് പുള്ളിക്കാരത്തി ചെയ്യുന്നത്. പുള്ളിക്കാരത്തി ആദ്യം എൻ്റെ ഇത് കേട്ട് കുറച്ച് ചിരിച്ചതിന് ശേഷമാണ് അത് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷെ അത്ര ഇതാണ് നമ്മുടെ ചെയ്യുന്നതിലുപരിയായിട്ട് ആ വർക്ക് അത്രയ്ക്ക് ചില ക്യാരക്ടറൊക്കെ നമ്മൾ ചെയ്ത ഉള്ളിൽ കളയാൻ തോന്നുന്നു. ഒരുപാട് കാർട്ടൂൺ, ഒരുപാട് കഥാപാത്രം. എനിക്ക് ചെയ്തതിൽ ഏറ്റവും പ്ലസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്നിക്ക് വേണ്ടിയിട്ട് ഡക്കിന് മലയാളത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ആ സാധനം വന്നില്ല ഡിസ്നിക്ക്. ആ സാധനം ഇവിടെ ടെലികാസ്റ്റിംഗ് സംബന്ധിച്ചുള്ള എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചെയ്തില്ല. ഒരു 50 എപ്പിസോഡ് ഞാൻ ചെയ്തു. ആ ശബ്ദത്തിൽ ഡക്ക് കുറെ ഒരു 10 വർഷത്തിന് മുമ്പ് ചെയ്താണ്. എന്നാൽ പോലും പറയാം. അപ്പൊ സാർ ഡക്കിന്റെ ഒരു റൂട്ട് ഉണ്ടല്ലോ, അപ്പൊ ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ ഡക്ക് പാട്ട് പാടുന്ന സാധനമുണ്ട്, അത്തള പിത്തള തളവാച്ചി, അത് പഠിക്കണം.
രാജൻ ഒരു എന്തെങ്കിലും ഡയലോഗ് സംസാരിച്ച് ആ ഡയലോഗ് ചീത്തക്ക് പറയാം. ചീത്ത 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 മനസ്സിലായല്ലോ അല്ലേ? എന്നെ പറഞ്ഞു കുഴപ്പമില്ല. ഈ ഫോൺ ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഫോൺ എടുത്ത് എറിയുന്ന സാധനമൊക്കെ ഉണ്ടാവല്ലോ. അങ്ങനത്തെ ചില സാധനങ്ങളാണ്. അതിന്റെ ഫീമെയിൽ ക്യാരക്ടർ ചെയ്തത് നമ്മുടെ വത്സമ ചേച്ചിയാ, അറിയാലോ. വത്സമ ചേച്ചിക്ക് പക്ഷെ ഈ വോയിസ് ചെയ്യണ്ട, അത് ഒറിജിനൽ ഫീമെയിൽ വോയിസ് തന്നെയാണ്. പക്ഷെ ഈ ഡക്ക് പറയുന്നത് കംപ്ലീറ്റ് ഈ ഒരു വോയിസിനെ ഇത് നമ്മൾ ത്രൂ ഔട്ട്. ആദ്യം നമ്മളെ എമി ചേച്ചി എന്ന് പറഞ്ഞ ചെന്നൈയിലുള്ള ചേച്ചിയാണ്. ഞാൻ വേറൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, രാജാ ഈ ഡക്കിൻ്റെ ഒക്കെ ചെയ്യുന്ന ആരാളുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഡക്കിൻ്റെ ഞാൻ ചെറുതായിട്ട് ചെയ്യും, പക്ഷേ അതിനകത്ത് ചീത്തയൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞു ചീത്ത നമുക്ക് പറ്റില്ലല്ലോ രാജാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു പോർഷൻ ഇട്ടിട്ട് പറഞ്ഞ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ചെറുതായിട്ട് ചെയ്തു. അപ്പോൾ സാധനം ഒന്നും വ്യക്തമൊന്നുമല്ല. അപ്പോൾ അവരവിടുന്ന് പോസിബിൾ എന്നും പറഞ്ഞ് അവിടുന്ന് റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെച്ച് പോകുമ്പോൾ ഒക്കെ ഓരോ സാധനങ്ങൾ പറഞ്ഞ് ഒരുവിധം ഫ്ലൂ. പിന്നെ ഒരു 10 എപ്പിസോഡ് ചെയ്യാന്ന് ഓർത്താൽ പോവാ, ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കണല്ലോ സാധനം. പറയണ എന്താന്ന് മനസ്സിലാവും വേണം. ഞങ്ങളൊരു ബെൻടൻ കാർട്ടൂൺ ഞങ്ങളാണ് 250 എപ്പിസോഡ്. ബെൻടന്റെ ഗ്രാൻഡ് പൈ ആണത് മാക്സ് എന്നുള്ള ഇവരുടെ മുത്തശ്ശനുണ്ടല്ലോ, വലിയ ശബ്ദം. അത് ഒറിജിനൽ വോയിസ് തന്നെയാണ്. പിന്നെ ഏലിയൻസ് വരുന്നുണ്ട് ഇടയ്ക്ക് ഏലിയൻസിന്റെ ഞങ്ങൾ രണ്ടുപേരും കുറെ ചെയ്തിട്ടുണ്ട്. കന്യയും അതിജീവിക്കുന്ന കാർട്ടൂൺ ഏതൊക്കെ? ഇതിലിപ്പോ നമ്മള് അതില് പിന്നെ ആ വീട്ടിലെ കുട്ടിയുണ്ട്. കുട്ടിയുടെ 2 പെറ്റാണ് ഈ പട്ടി. അപ്പൊ പുള്ളിക്കാരൻ അത് നോർമൽ വോയിസാണ്. ലൂപ്റ്റിഡോ, നീ എന്താണ് മത്തങ്ങ തലയാ? എപ്പോഴും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യരുതെന്ന്. അങ്ങനെ ഇനി ശബ്ദം മാറ്റി കൊടുത്തിട്ടുണ്ടോ കുറച്ചും കൂടി? ഏതെങ്കിലും മെയിൻലി ബോയ്സിന് ചെയ്യുമ്പോൾ നല്ല ബേസിൽ ഇങ്ങനെ പിടിച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ബേസിൽ ഒരു വോയിസോ? ആ ട്രിപ്പിൾ ആർ, സോറി ബാബ, തെറ്റായി പോയി, ഞാൻ ഇനി അത് ആവർത്തിക്കില്ല. എത്ര വയസ്സ് വരെയുള്ള ബോയ്സിന് ശബ്ദം കൊടുത്തു? ഞങ്ങളുടെ വയസ്സ് വരെയുള്ള നമ്മുടെ പ്രായത്തിലുള്ള ശബ്ദം എടുത്ത് ആദ്യം ഏതൊക്കെയാണ് വെറൈറ്റി ആയിട്ടുള്ള കാർട്ടൂൺ ഏതൊക്കെ ഇഷ്ടം? കൂടുതലും ഹീറോയിൻ തന്നെ ചെയ്യുന്നത്. നായിക വീട്ടിലുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. കാർട്ടൂണിൽ ഏതാ ചെയ്തേക്കുന്നത്? കാർട്ടൂണിൽ ഒരു ഇൻസെക്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ചെറിയൊരു ഡയലോഗ് പറയാമോ? അത് ഹൈ പിച്ചിലായിട്ട് ഒരു ലൈക്ക് അവിടെ യൂഷ്വലി പെറ്റൂണിയ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഇൻസെക്ട്സ് പോകും. അങ്ങനെയാ. അയ്യോ പെറ്റൂണിയ വന്നിരിക്കാൻ, നമുക്ക് പോകാം, അങ്ങനെയല്ല, ആ ഹൈ പിച്ച് വോയിസിൽ മാത്രമേ ചെയ്യാൻ. എന്നറിയോ, ഏറ്റവും കൂടുതൽ എല്ലാ കാറ്റഗറി കുട്ടികൾ ഒരു വീട്ടിലാണെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും ചെറിയ ആളോട്ട് വലിയ ആൾ വരെ കേൾക്കുന്ന ശബ്ദം കേൾക്കുമ്പോ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, കണ്ടോണ്ടിരിക്കാനേ ഉള്ളൂ. ഈ കാർട്ടൂൺ ഭയങ്കര പോസിറ്റീവ് ആണല്ലോ. കാർട്ടൂൺ ഡബ് ചെയ്യാൻ ഭയങ്കര രസം. നമുക്ക് ചിരി വരും ചിലപ്പോ, ബോറടിക്കില്ല. അതേപോലെ തന്നെ പാട്ട് പാടില്ലേ? പാട്ട് ഇതിൽ എല്ലാവരും പാടും. എല്ലാവരും ശബ്ദത്തെ കുറിച്ച് ഇപ്പൊ നല്ലൊരു ശബ്ദം കേട്ടാൽ പറയും ശബ്ദത്തിൽ പാട്ട് കേട്ടാൽ നല്ലതായിരിക്കും. ഇതെല്ലാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പാടാനുള്ള കഴിവുണ്ടോ? ഇതൊക്കെ എല്ലാവരും കൂടി അടിപൊളി പാട്ട് പാടിയല്ല. നിങ്ങളെ കൂടെ കൂടുന്നുണ്ടോ? ഞങ്ങള് കൊട്ടാണ്. ഞാൻ ബേസിക്കലി പെർക്കഷനിസ്റ്റ് ആണ്. രാജേട്ടൻ നന്നായിട്ട് വോയിസ് കൊണ്ട് പെർക്കഷൻ ചെയ്യുന്നത്. അപ്പൊ ഓർക്കസ്ട്ര തന്നെയാണ്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു മൈകിളി മലത്തേങ്കിളി, മൈകിളി മലത്തേങ്കിളി, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു മൈകിളി മലത്തേങ്കിളി.
പൈങ്കിളി മലത്തിൻ കിളി. പൈങ്കിളി മലത്തിൻ കിളി, പൈങ്കിളി മലത്തിൻ കിളി. കോളേജ് പഠിക്കുന്ന സമയത്തുള്ള ചെറിയ പൊടി പൊടി നമ്പറുകളാണോ? വേറെ സാധനം ചെയ്യായിരുന്നു. ഈ നമ്മളൊരു സെന്റൻസ് പറഞ്ഞിട്ട് അത് കൈകൊണ്ട് കാണിക്കുക. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം തെരു തെരെ പപ്പടം ചുട്ടെടുത്തു. ഇതാണ് വാക്ക്. എല്ലാവരും മനസ്സിലുണ്ടല്ലോ അല്ലേ? തെരു തെരെ പപ്പടം ചുട്ടെടുത്ത്. ഇത് കൈകൊണ്ട് കാണിക്കാമെന്ന് ചോദിക്കും. വീട് കൂട്ടാൻ പറഞ്ഞു. തെരു തെരെ പപ്പടം ചുട്ടെടുത്തു. ഈ രണ്ട് കൈയും വരണം. അല്ല, എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാം വേണമെങ്കിൽ. ടിപ്പാണ് ടിപ്പ്. ഇതുപോലെ എന്തെങ്കിലും പൊടിക്കുന്നുണ്ടോ വേറെ? ഇത്രയൊക്കെ ഓർമ്മയുള്ളൂ. കുറെ മാജിക് ഒക്കെ കാണിക്കും അല്ലേ? മറ്റേ കോയിന്റെ ഒക്കെ മാജിക് കാണിക്കില്ലേ? അതൊക്കെ അതെല്ലാവർക്കും വിരലുറിച്ച് കാണിച്ചോളുള്ള പരിപാടിയൊക്കെ. പിള്ളേരെ കയ്യിലൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതല്ല രാജൻ ചേട്ടാ, വേറെ ആരുടെയൊക്കെ സൗണ്ട് തന്നെ ഇരിക്കുന്നത്? വേണുചേട്ടനെ പറയാം. മറുപടി വേണം. ഈ വേണുമല്ല. പക്ഷെ എന്താ പറയാ, കരയണ്ട, കരയാൻ വേണ്ടി പറഞ്ഞതല്ല. സ്ത്രീ അമ്മയായാലും പെങ്ങളായാലും ഭാര്യയായാലും എല്ലാം കള്ളികളാ. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ പാടുമുട്ടപ്പെട്ടപ്പോൾ ഒരുമാതിരി വർത്താനം, വയ്യ, മടുത്തു, അത്ര തന്നെ. ചെറിയ ജലദോഷം ഉണ്ട്. അതിൻ്റെ ഒരു റീസെറ്റിനെ പറയാം. റീസെറ്റിനെയാണ് ഞാൻ കാണുന്നത്. അറ്റ്ലസിനെ വിറ്റ് ഞാൻ കുറേ കാശ് ഉണ്ടാക്കിയതാ. അറ്റ്ലസ് ഞാൻ കോട്ടിട്ട് തിരിഞ്ഞു വരുമ്പോൾ തന്നെ നല്ല പ്ലസ് ആയിരിക്കും. ആരാണ് ഇങ്ങനെ അടുത്തത്? റീസെൻ്റ് വോയിസ് സ്ഥിരം എല്ലാവരും പറയുന്ന സാധനം തന്നെയാണ്. ഇത് തന്നെയാണ് ജാഫറും പറയുന്നത്. അടിച്ചു തരാടാ ആണ്ടവനോ അതോ സേഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാണല്ലേ, അതും ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കുപ്പമല്ല, കൊച്ചിയാണ് കൊച്ചി, വിശ്വനാഥൻ്റെ കൊച്ചി. ഓർമ്മയിലിരിക്കട്ടെ, അല്ലടച്ച കൊച്ചി. ഇനി ആ ശങ്കരാടി ഉണ്ട്. അവിടെ ഒരിത്തിരി കടലപ്പിണ്ണാക്ക്, ഒരിത്തിരി എള്ളും പിണ്ണാക്ക് എല്ലാം കൂടി കൂട്ടി കിളക്കി അങ്ങോട്ട് കൊടുത്താ ഷറപറാന്നല്ലേ പാല്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ആൾക്കാരെ കയ്യിലെടുത്ത് സ്റ്റേജിലൊക്കെ പിന്നെ നമ്മളാ കാലഘട്ടത്തിന്റെ ആൾക്കാർ ഇപ്പൊ പ്രാക്ടീസ് ഒന്നും ഇല്ല. നമ്മളിങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസോ അതുപോലെ ഇന്റർവ്യൂസോ ഒക്കെ നമുക്ക് ഇങ്ങനെ ഓർത്തെടുക്കുന്നുള്ളൂ. ശബ്ദം മാറ്റണമെന്നല്ല, ശബ്ദം അനുകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്ക് ഒരു 100% ആക്ടർ എന്ന് പറയുന്ന ആൾ ശരിക്കും ഡബിങ് ആർട്ടിസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾ ചെയ്തു വെച്ച മാനറിസങ്ങളും ശബ്ദവും എല്ലാം നമ്മൾ തന്നെ അത് നമ്മളിലേക്ക് കൊണ്ടുവന്ന് അത് കറക്റ്റ് ആ ക്യാരക്ടറിന് കൊടുക്കണം. നമുക്കിപ്പോ നമ്മൾ കുറെ വിശേഷങ്ങൾ പറയുമ്പോൾ രണ്ടുപേരോട് വെറുതെ ഇരിക്കുന്നുണ്ട്. ഒരു പാട്ട് കൂടി എനിക്കത് ഇഷ്ടമായി. ആ മ്യൂസിക്കും പാട്ടും എല്ലാം ഇതിനു വേണ്ടി ഒരു രാഗമേഘം താ, മാനമേ ഒരു രാഗമേഘം താ, അങ്ങയാൻ ഉയരാൻ ഒരു മാനമേ ഒരു രാഗമേഘം താ. അടിപൊളി. അപ്പൊ ഇതെന്തായാലും ഇതൊരു സ്ഥിരം പരിപാടി ആക്കേണ്ടി വരുന്നില്ല. ഗാനമേള എന്ന് പറയുന്ന സംഭവം ആദ്യം ചെയ്തിരുന്നാണല്ലോ നമ്മൾ. പണ്ട് അതൊക്കെ ആയിരുന്നു ട്രെൻഡ്. ഞാൻ തബല വായിച്ചിട്ടുള്ള കണക്കില്ല തബല വായിച്ചിട്ടുള്ളത്. പഴയ ബീറ്റ് ബോക്സേഴ്സ് ആണ്. ഇപ്പൊ ഈ കരോക്കെ ഗാനമേള എന്നൊക്കെ പറഞ്ഞ പോലെ ഗാനമേള ഒരു 10 പാട്ട്. അത് വാഴക്കുളത്തൊരു ആന്റണി ഉണ്ട്. ആന്റണി പെട്ടി വെച്ചിട്ടാണ് ശ്രുതി പിടിച്ച് വയലിൻ മാറി നിൽക്കും.
അല്ലേ കറക്റ്റ് സ്ട്രിങ് ആയിരുന്നു രക്ഷയില്ലാത്ത വൈനാണ്. സൂര്യ ടിവിയുടെ രാമായണമില്ലേ സീരിയല്, അതില് രാമൻ ഡബ് ചെയ്യുന്ന അനീഷ് ദേവാണ് പുള്ളിനെ അടിക്കാൻ പോയത്. ആ രാമന്റെ അടിക്കല്ല, പുള്ളി ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് എടുത്ത് റോഡിൽ കൊണ്ടുവച്ചു. പുള്ളിക്ക് സ്റ്റേജിലേക്ക് വരണ്ടേ, അപ്പോഴേക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് നിർത്തിയേക്കുന്ന ആൾക്കാർ സംഗതി ഇവര് നിന്നിട്ട് പിന്നെ മരടാ വീട്ടിന്ന് പറയുന്നുണ്ട്, ഇവര് മനസ്സിലാവണില്ല ഒറിജിനൽ കുടിയാന്ന് നിർത്തിട്ട് പുള്ളി വിടണില്ല. കേട്ടാവുമ്പോൾ ഇത് എങ്ങനെ ഒക്കെ അതിന് ഓടി വന്ന് സ്റ്റേജിൽ കയറി ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ കാരണം ഓഡിയൻസ് പിടി കിട്ടുക ആർട്ടിസ്റ്റാന്നുള്ളത്. എന്നിട്ട് അതിന്റെ ക്ലൈമാക്സിൽ പുള്ളി വരുന്നത് കാരണം പറയുന്നത് വെച്ചാല് അപ്പൊ ഈ പറയുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമാണ്, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും സ്റ്റേജിൽ പാടാനുള്ള ഇതുണ്ട്. അപ്പോൾ പാടാന്ന് പറഞ്ഞു എനിക്ക് പാടണം, പുള്ളി അതും പറഞ്ഞ കയറി വന്നത് പാടാനുള്ള അവസരം എന്താണെന്ന് പുള്ളി പറയണേ. ആർക്ക് വേണമെങ്കിലും പാടാന്ന് പറഞ്ഞില്ലേ, ഞാൻ പാടും അതാ പറയണേ. അപ്പോൾ പറഞ്ഞു കാലേ നിൽക്കാൻ പറ്റുന്നത് നീയാണോ പാടാൻ, കാലുകൊണ്ടാണോ പാടുന്നത്, നാക്കൊണ്ടല്ലേ വായോണ്ടല്ലേ, ഞാൻ പാടാന്ന് പറഞ്ഞിട്ട് പുള്ളി നീറിഞ്ഞ മേലമേലത്ത് പാടും. അത് പാട്ടെന്ന് പറഞ്ഞാൽ മൈക്കൊക്കെ അവിടെ കൊണ്ടുപോയിക്കും, അവിടുന്ന് തല കുത്തി വീഴും, കറക്റ്റ് ടൈമിൽ ആ മൈക്കെടുത്ത് പാടും. അത് ഭയങ്കര പെർഫോമൻസ് ആണ്. ആ ഒരു ഐറ്റം ഒരു പ്രോഗ്രാമിലുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നമുക്ക് ഇനി ഒരു ചെറിയൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം. അതായത് ശബ്ദത്തിന്റെ പല പല വേരിയേഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇപ്പൊ പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്, അതായത് ഇപ്പൊ കള്ളുടിയന്റെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നാക്കില് നമ്മളെന്തായാലും കുടിച്ചിട്ടൊന്നല്ല അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ബോഡി ലാംഗ്വേജിൽ ആ ഒരു മാറ്റം വരുത്തും. ഇപ്പൊ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു കള്ളുടിയനെ ചെയ്യേണ്ടി വന്നത് ആരാണ് അവര്? ഞാൻ കുടിയന്റെ എക്സ്പെർട്ടാണ്. ഞാൻ കുടിക്കാനല്ല കുടിയൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്ത് ശബ്ദമാണോ? ശബ്ദം ചെയ്യാൻ ആരും തെറ്റിദ്ധരിക്കരുത്. പെട്ടെന്ന് പറയുമ്പോ അങ്ങനെ തെറ്റിദ്ധരിക്കുക. നാളെ തൊട്ട് വരും ഏറ്റവും നല്ല കുടിയൻ. അല്ല ഞാനിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ സതീഷ് മുതുള്ള സാറിന്റെ ഒരു പടം ഏതായിരുന്നു, അത് കന്നഡ മൂവി അത് ചെയ്തു. അതിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ക്യാരക്ടർ കുടിയനിലേക്ക് വരണം. ഒരു കുടിയന്റെ ക്യാരക്ടർ നോക്ക്. കുടിയൻ നോർമൽ സംഭവമാണ്. എടീ നീ ഇത് ചെയ്തെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. നീ എൻ്റെ അടുത്ത് അഭ്യാസം എടുക്കരുത്, എന്നാലും നിന്നെ ഞാൻ വെറുതെ ഇവിടെ ഒന്ന് നിൽക്കരുത് കേട്ടോടേ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം എല്ലാവരോടും. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾക്ക് ഈ ഒരു സ്പേസ് നമ്മളോട് കാര്യങ്ങൾ അറിയുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും എടുത്ത ഇനിഷ്യേറ്റീവിന് ഒരുപാട് നന്ദി. മച്ചാൻ ചാനലിന്റെ ഉടനെ തന്നെ ഗോൾഡൻ പ്ലേ ബട്ടൺ അടിക്കട്ടെ. തീർച്ചയായിട്ടും. ശ്രീനാഥ് നല്ല ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ മുമ്പിലിരിക്കുന്നത്? അപ്പൊ ശ്രീനാഥ് ഇങ്ങനെ ഡബിങ്ങിലേക്ക് ടൈമില്ലെന്നാ പറയുന്നത്. അഭിനയം ഒരു ഡ്രീം ആയിട്ട് 2 മൂവി എന്തോ അഭിനയിച്ചു അല്ലേ? അടിപൊളി. അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും. ഒരു കാര്യം ഞാൻ ആദ്യം ഡബ് ചെയ്യുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അത് ഞാനൊക്കെ ഈ പറഞ്ഞ ആദ്യമുള്ള അപ്പൊ എന്നോട് ക്രൗഡ് എന്ന് പറഞ്ഞു. എനിക്ക് ക്രൗഡ് എന്താണെന്ന് അറിയില്ല. ഞാൻ ആദ്യം ഡബ് ചെയ്യാൻ ചെയ്ത സ്റ്റുഡിയോയിൽ കണ്ട ആളാണ്. അവരൊക്കെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വായ്പ കിട്ടി. താങ്ക് യു. ഒരുപാട് സന്തോഷം.